ഹായ്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് ഫിൽറ്റേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ഫിൽറ്റർ ടൈപ്സിൽ IR ഫിൽറ്റേഴ്സ് അതിൽ വരുന്ന ബട്ടർവർത്തും ചെബിഷവും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മുമ്പത്തെ വീഡിയോയിൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FAR ഫിൽറ്റേഴ്സ് ആണ്. FAR ലോ പാസ്, ഹൈ പാസ്, ബാൻഡ് പാസ്, നോച്ച് ഫിൽറ്റർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് മാറ്റ്ലബ് വിൻഡോ ഓപ്പൺ ചെയ്യാം. ദെൻ ഒരു ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ FAR ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്ററാണ്. സോ FAR ഫിൽറ്റേഴ്സിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈനൈറ്റ് ആയിരിക്കും. അതായത് ഒരു ഫൈനൈറ്റ് ടൈമിനുള്ളിൽ അതിൻ്റെ റെസ്പോൺസ് സീറോയിലേക്ക് സെറ്റിൽ ചെയ്യും. ദെൻ FAR ഫിൽറ്റേഴ്സിന് IR ഫിൽറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആവശ്യമില്ല. ദെൻ FAR ഫിൽറ്റേഴ്സ് സ്റ്റേബിൾ ആണ്, അത് ഈസി ആയി ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ FAR ഫിൽറ്റേഴ്സ് ഫേസ് സെൻസിറ്റീവ് ആപ്ലിക്കേഷൻസ് ലൈക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, സീസ്മോളജി ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് FAR ലോ പാസ്, ഹൈ പാസ്, ബാൻഡ് പാസ്, നോച്ച് ഇവയാണ്. ദെൻ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കേഷൻസ് തന്നിട്ടുണ്ടാവും, അത് എൻ്റർ ചെയ്യാന്നുള്ളതാണ് ഫിൽറ്റർ ഡിസൈനിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ CLC ക്ലിയർ ഓൾ. ഇവിടെ തന്നിട്ടുണ്ട് കട്ട് ഓഫ് ഫ്രീക്വൻസി 1200 ആണ് തന്നിട്ടുണ്ട്, സാമ്പിളിംഗ് ഫ്രീക്വൻസി 8000 ആണ് തന്നിട്ടുണ്ട്, ദെൻ ഓർഡർ 50 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്കത് എൻ്റർ ചെയ്യാം. സോ FS ഈക്വൽ ടു സാമ്പിളിംഗ് ഫ്രീക്വൻസി 8000 ആണ്, ദെൻ ഫിൽറ്ററിൻ്റെ ഓർഡർ N ഈക്വൽ ടു 50, ദെൻ നമുക്ക് W കണ്ടുപിടിക്കണം. സോ W ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ 1200, that is cut off frequency divided by FS by 2. ഓക്കെ, സോ ഇനി ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച IR ഫിൽറ്റേഴ്സിലൊക്കെ ബട്ടർവർത്ത് ഫിൽറ്ററിൽ നമ്മൾ ബട്ടോഡ് എന്നുള്ളൊരു കമാൻഡാണ് യൂസ് ചെയ്തിരുന്നത്. ചെബിഷേവ് ഫിൽറ്ററിൽ CHEB1 എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ ആ ഒരു കമാൻഡിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഡിഫറൻസ് ഉള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഏതാ നോക്കാം. സോ B ഈക്വൽ ടു, സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. B ഈക്വൽ ടു, ഇവിടെ നമ്മൾ FAR1 എന്ന് പറഞ്ഞ ഒരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. FAR ഫിൽറ്റർ ഡിസൈനിലെ FAR1 ഓഫ് N, W, ലോ പാസ് ആയതുകൊണ്ട് ലോന്ന് ടൈപ്പ് ചെയ്യണം. സോ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്താണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാനുള്ള കമാൻഡ്. ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കണം. സോ ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫ്രീക് സെറ്റ് ഓഫ് B, 1, 128, 8000. സോ ഇത് പ്ലോട്ട് ചെയ്യാൻ നമ്മൾ സബ് പ്ലോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ N, W ഈക്വൽ ടു ഓക്കെ, ദെൻ സബ് പ്ലോട്ട് യൂസ് ചെയ്ത് പ്ലോട്ട് ചെയ്യും. സബ് പ്ലോട്ട് ഓഫ് 2, 2, 1. നമുക്ക് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും ഫേസ് റെസ്പോൺസും വേണം. സോ പ്ലോട്ട് ഓഫ് W, ആബ്സല്യൂട്ട് ABS ഓഫ് H. ദെൻ ടൈറ്റിൽ കൊടുക്കാം. നോർമലൈസ്ഡ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എന്ന് കൊടുക്കാം. ദെൻ ഗ്രിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എനിക്ക് സെറ്റ് പ്ലെയിനിലും കൂടി ഇതിനെ
ഇത് വിസിബിൾ ആവണം. സോ അതിന് വേണ്ടി ഞാൻ ഫിഗർ ഓഫ് 2 set plane of b, 1 title of set plane. Okay. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഈ നെയിമിൽ ഓൾറെഡി ഒരു ഫയലുണ്ട്, അതാണ് എറർ കാണിക്കുന്നത്. സോ നമുക്ക് വേറെ നെയിമിൽ സേവ് ചെയ്യാം. ഇതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും. കൂടാതെ സെറ്റ് പ്ലെയിനും കൂടി അതിൻ്റെ വിസിബിൾ ആയിട്ടുണ്ട്. അതിനാണ് നമ്മൾ അവിടെ ഒരു സെറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞുള്ള ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് FAR ലോ പാസ് ഫിൽറ്റർ. സോ ഇനി ഇതിനെ ഹൈ പാസ് ആക്കാൻ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഈ ലോ എന്നുള്ളിടത്ത് നമ്മൾ ഹൈ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ റൺ ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്കതിൻ്റെ ഹൈ പാസ് ഫിൽറ്റർ കിട്ടി. ഓക്കെ, അതിൻ്റെ ഫേസ് പ്ലോട്ടും മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും പ്ലസ് സെറ്റ് പ്ലെയിനും. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബാൻഡ് പാസ് ഫിൽറ്ററും നോച്ച് ഫിൽറ്ററും ആണ്. അപ്പോൾ ബാൻഡ് പാസ് ഫിൽറ്ററും നോച്ച് ഫിൽറ്ററും കണ്ടുപിടിക്കാൻ ഉള്ള ഡിഫറൻസ് എവിടെയാണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷനിലാണ് ഡിഫറൻസ് ഉള്ളത്. ഞാനിത് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇക്വേഷൻ. അപ്പോൾ ആകെ ഡിഫറൻസ് വരുന്നത്, ബാക്കി എല്ലാ കമാൻഡും സെയിം ആണ്. ഡിഫറൻസ് വരുന്നത് B = FAR 1 ഓഫ്, ഇവിടെ ഒരു N സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഒരു 4000 വരും. ദെൻ 1800 ഡിവൈഡ് ബൈ 4000 വരും. പിന്നെ കൂടാതെ നമ്മൾ ലോ ഹൈ കൊടുത്ത സ്ഥലത്ത് ബാൻഡ് പാസ് എന്നുള്ള ഒരു കമാൻഡും കൂടി യൂസ് ചെയ്താൽ മതി. ഇതാണ് അതിലുള്ള ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇതാണ് FAR ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും. ഓക്കെ, ദെൻ അതിൻ്റെ സെറ്റ് പ്ലെയിനും വിസിബിൾ ആണ്. ഓക്കെ, സോ ഇനി നോച്ച് ഫിൽറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ്, ഈ ഇക്വേഷനിൽ തന്നെയാണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, അതെന്താ നോക്കാം. അപ്പോൾ ഇവിടെ 1200 ആണ്. അപ്പോൾ 1500 ആക്കി. ദെൻ ഇവിടെ 1550 ആക്കുക. ദെൻ ഈ ബാൻഡ് പാസ് എന്നുള്ളത് ചേഞ്ച് ചെയ്ത് സ്റ്റോപ്പ്. ബാക്കിയെല്ലാം സെയിം ആണ്. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷനിലാണ് എല്ലാ ഫിൽറ്റേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമേ ചേഞ്ച് ചെയ്യാനുള്ളൂ ഫിൽറ്റർ ഡിസൈനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോച്ച് ഫിൽറ്ററിൻ്റെ കിട്ടിയിട്ടുണ്ട്. നോച്ച് ഫിൽറ്ററിൻ്റെ എങ്ങനെയാണ് വരിക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് FAR ഫിൽറ്റേഴ്സിൻ്റെ ഡിസൈൻ ആയിരുന്നു. സോ അപ്പോൾ ഇതിനു വേണ്ടി മാറ്റ്ലാബിൽ യൂസ് ചെയ്യുന്ന കമാൻഡായിരുന്നു FAR 1 എന്നുള്ള കമാൻഡ്. സോ അപ്പോൾ ഫിൽറ്റർ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.